എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമുക്ക് നല്ല ടേസ്റ്റിയായ ചക്കത്തോരൻ്റെ റെസിപ്പി നോക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നല്ല ടേസ്റ്റാണ്. ഈ ഒരു ചക്കത്തോരൻ ഉണ്ടെങ്കിൽ നമുക്ക് ചോറിന് വേറെ ഒന്നും ഇല്ലെങ്കിലും കഴിക്കാൻ പറ്റും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ചക്ക വീട്ടിലുള്ളവർ ഉടനെ തന്നെ ഉണ്ടാക്കി നോക്കുക, അല്ലാത്തവർ വാങ്ങുമ്പോൾ ഉണ്ടാക്കി നോക്കുക. ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചക്ക എടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം കഴുകി എടുത്തതാണ്. ആദ്യം ഞാനിത് നടുഭാഗം ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. പകുതി മാത്രമാണ് ഞാനിപ്പം തോരനാക്കി വെക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ വട്ടത്തിലൊന്ന് മുറിച്ചിട്ടെടുക്കാം. ഒരു കഷ്ണം ചക്ക മുഴുവനും ഞാൻ ഇതേപോലെ വട്ടത്തിൽ മുറിച്ചിട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കയ്യിലേക്ക് അല്പം എണ്ണ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിലേക്ക് ഈ ചക്കപ്പശ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ കയ്യിൽ എണ്ണ തേച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഈ ചക്കയുടെ ഈ പുറം ഭാഗം ഇതേപോലെ അങ്ങ് ചെത്തി കൊടുക്കാം. അങ്ങനെയാകുമ്പം വളരെ പെട്ടെന്ന് നമുക്കിത് ഇതിൻ്റെ പുറം ഭാഗമൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. ഞാൻ ഇതേപോലെ മുഴുവൻ ചക്കയും ചെത്തി എടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് ഒന്നുകൂടി കഴുകി വൃത്തിയാക്കി എടുക്കണം. എന്നിട്ട് ഇതേപോലെ ഓരോ പീസും 4 കഷ്ണമാക്കിയിട്ടാണ് ഞാൻ മുറിച്ചെടുത്തത്. എന്നിട്ട് നമുക്കൊരു കുക്കർ കഴുകിയെടുത്ത ശേഷം ഈ മുറിച്ച് വെച്ച ചക്ക കുക്കറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുന്നുണ്ട്. പിന്നെ ഒരല്പം വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് ഈ ചക്ക വേവാൻ ആവശ്യമായ അല്പം വെള്ളം മാത്രം ചേർത്ത് കൊടുത്ത ശേഷം ഈ ചക്കയൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ടത് കുക്കറിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിന് വേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക. അതിനായിട്ട് ഞാനൊരു കപ്പ് തേങ്ങയാണ് എടുത്ത് അതിലേക്ക് 4 ചെറിയ ഉള്ളി, 1 വെളുത്തുള്ളി, 4 പച്ചമുളക് തണ്ടോടെ തന്നെയാണ് ഇട്ട് നമ്മളിവിടുന്ന് വീട്ടിൽ നിന്ന് തന്നെ പറിച്ച പച്ചമുളകാണ്. അതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത ശേഷം ഇതേപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചക്കയൊക്കെ കണ്ടില്ലേ, ഇതാ വെന്ത് വന്നിട്ടുണ്ട്. നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളവും വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത ശേഷം ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2 വറ്റൽമുളക് കൂടി ഇട്ട് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്കിതിലേക്ക് 2 പച്ചമുളകും 1 സവാളയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ സവാള നല്ലോണം ഒന്ന് വഴന്ന് വരണം കേട്ടോ. അതിനായിട്ട് ഞാനിത് അടച്ച് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സവാള വഴന്ന് വരുന്ന നേരം കൊണ്ട് നമുക്ക് ഈ ചക്കയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. ചക്കേൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. നമ്മളിത് ചതച്ച് വെച്ച് അതേ മിക്സിയുടെ ജാറിലേക്ക് ഈ ചക്ക ചേർത്ത് കൊടുത്ത് ഇതേപോലെ ചതച്ചെടുക്കുന്നുണ്ട്. അരഞ്ഞു പോകരുതേ. നമുക്ക് ചക്ക ഇതേപോലെ ചതഞ്ഞ് കിട്ടിയാൽ മതി. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ തോരൻ റെഡിയായി കിട്ടും. നമ്മൾ ഈ ചക്കയൊക്കെ ചതച്ച് വെക്കുമ്പോഴേക്ക് നമ്മുടെ ഉള്ളിയൊക്കെ പാകത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ചക്കയിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതുകൊണ്ട് ഇവിടെ ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നല്ലോണം ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് നമ്മൾ സെറ്റാക്കി വെച്ച ചക്കയല്ലേ അതങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ആ തേങ്ങ കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഈ തേങ്ങ ചക്കയുടെ എല്ലാ ഭാഗത്തും ആകുന്ന വിധത്തിൽ നല്ലോണം തന്നെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. 1-2 മിനിറ്റ് മാത്രം അടച്ച് വെച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ചക്ക അങ്ങ് കുഴഞ്ഞു പോകും. നമ്മുടെ ഈ തേങ്ങയുടെ ഒക്കെ പച്ച ചുവ മാറാനായിട്ടാണ് നമ്മൾ ഇതേപോലെ 1-2 മിനിറ്റ് അടച്ച് വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ നമ്മൾ ചക്കത്തോരൻ ഉണ്ടാക്കിയാൽ ചോറിന് കറിയൊന്നും ഇല്ലെങ്കിലും ഈ തോരൻ കൂട്ടി കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഓരോരുത്തർക്ക് ആവശ്യത്തിനനുസരിച്ച് എരിവൊക്കെ കൂടുതൽ വേണമെങ്കിൽ ചതച്ച മുളകൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ പച്ചമുളകിനൊക്കെ നല്ല എരിവുള്ളത് കാരണം ഇത്രയും മുളക് മാത്രം മതി എനിക്ക്. നമ്മുടെ ചക്കത്തോരനൊക്കെ ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. കണ്ടില്ലേ, നല്ല ഡ്രൈ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നിങ്ങൾ ഇതേപോലെ ചക്കത്തോരൻ ഉണ്ടാക്കാറുണ്ട്? അല്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണേ. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നുപോലെ. സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർക്കാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം.